നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ ധാരണയായില്ലെങ്കിലും ഇറാൻ അടുത്ത ഘട്ടം ചർച്ചകൾ വ്യാഴാഴ്ച ജനീവയിൽ നടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഫെബ്രുവരിയിൽ ജനീവയിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാന് നേരെ ഇസ്രായേൽ സംയുക്ത ആക്രമണമുണ്ടായിരുന്നു. ഇത് മേഖലയെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള സാധ്യതകൾ തേടി ഇരുപക്ഷവും വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതിനിടെ ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ആഗോള വിപണിയെ ആശങ്കയിലാഴ്ത്തി. ലോകത്തെ പ്രധാന ഊർജ്ജ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മേഖലയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾ പാതി വഴിയിൽ നിന്ന് തിരിച്ചുവിട്ടു. നിലവിൽ ഹോർമൂസ് മേഖലയിൽ കപ്പൽ ഗതാഗതം നിശ്ചലമായ അവസ്ഥയിലാണ്. ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിക്കാൻ അമേരിക്ക പശ്ചിമേഷ്യയിൽ വൻ സൈനിക സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ 16 യുദ്ധക്കപ്പലുകൾ മേഖലയിലുണ്ട്. എന്നാൽ പേർഷ്യൻ ഗൾഫിനുള്ളിൽ നിലവിൽ US യുദ്ധക്കപ്പലുകൾ ഇല്ലെന്നാണ് പ്രതിരോധ വക്താക്കൾ നൽകുന്ന വിവരം. അതേസമയം നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നില്ലെങ്കിൽ മാത്രമേ ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂവെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫതാലി പറഞ്ഞു. സമാധാനത്തിന് തയ്യാറാണെങ്കിലും അമേരിക്ക ഉപരോധവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പ്രത്യാഘാതങ്ങളും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും ഫതാലി കൂട്ടിച്ചേർത്തു. യേശുക്രിസ്തുവിനോട് സാമ്യമുള്ള AI ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം. ലോകമെമ്പാടു നിന്നും പ്രതിഷേധം ശക്തമായതോടെ ഒടുവിൽ ട്രംപ് ചിത്രം നീക്കം ചെയ്തു. മതനേതാക്കളിൽ നിന്നും സ്വന്തം അനുയായികളിൽ നിന്നും ദൈവനിന്ദ ആരോപിച്ച് വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ നടപടി. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. ചുവപ്പും വെള്ളയും കലർന്ന വസ്ത്രം ധരിച്ച് കൈകളിൽ നിന്നും തലയിൽ നിന്നും പ്രകാശം പുറപ്പെടുന്ന രീതിയിലായിരുന്നു ട്രംപിനെ ചിത്രീകരിച്ചിരുന്നത്. അസുഖബാധിതനായ ഒരാളുടെ നെറ്റിയിൽ ട്രംപ് സ്പർശിക്കുന്നതും പശ്ചാത്തലത്തിൽ അമേരിക്കൻ പതാകയും അദ്ദേഹത്തെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ജനക്കൂട്ടവുമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. വിവാദം കനത്തതോടെ വിശദീകരണവുമായി ട്രംപ് തന്നെ രംഗത്തെത്തി. താൻ യേശുവിനെ പോലെയാകാൻ ശ്രമിച്ചിട്ടില്ലെന്നും അതൊരു ഡോക്ടറുടെ വേഷമാണെന്നാണ് താൻ കരുതിയതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് താൻ വിചാരിച്ചതെന്നും താൻ ജനങ്ങളെ സുഖപ്പെടുത്തുന്ന ആളാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിനെ എപ്പോഴും പിന്തുണയ്ക്കാറുണ്ടായിരുന്നവരിൽ നിന്ന് പോലും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ട്രംപ് ചെയ്തത് ദൈവനിന്ദയാണെന്ന് യാഥാസ്ഥിതിക മാധ്യമപ്രവർത്തകരും വിമർശിച്ചു. മുൻപും ഇത്തരം മതപരമായ ചിത്രങ്ങൾ ട്രംപ് പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ പ്രതിഷേധം ആദ്യമായാണ്. ഗുണ്ടാ നേതാവ് പുത്തൻപാലം രാജേഷുമായി അടുത്ത ബന്ധമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. CPOമാരായ JR റിയാസ്, മുഹമ്മദ് ഷാഫി, ശ്രീകുമാർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെ CPOമാരാണിവർ. കഴിഞ്ഞ ദിവസം പുത്തൻപാലം രാജേഷിനെ പേട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിക്ക് വിളിക്കാൻ ഫോൺ കൊടുത്തുവെന്ന് പ്രതി ആവശ്യപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു നൽകിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഫോൺ ഉപയോഗിച്ച് പ്രതി സുഹൃത്തുക്കളെയും അഭിഭാഷകനെയും വിളിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി DCPയുടേതാണ് നടപടി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും DCP ഉത്തരവിട്ടു. ഇന്ത്യൻ സംഗീത ഇതിഹാസം ആശാ ഭോസ്ലേക്ക് ആദരമർപ്പിച്ച് അവരുടെ പാട്ടുകൾ സംരക്ഷണം ചെയ്ത പാകിസ്ഥാനിലെ ജിയോ ന്യൂസിനെതിരെ നടപടിയുമായി പാക് മാധ്യമ നിയന്ത്രണ അതോറിറ്റി. സംഭവത്തിൽ ചാനൽ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയായിരുന്നു സംഗീത പ്രേമികളെ കണ്ണീരിലാഴ്ത്തി ആശാ ഭോസ്ലെ വിടവാങ്ങിയത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ജിയോ ന്യൂസ് ആശാജിയുടെ അനശ്വരമായ ചലച്ചിത്ര ഗാനങ്ങളും ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ 2018 മുതൽ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ ഉള്ളടക്ക നിരോധനം ലംഘിച്ചുവെന്നാണ് അതോറിറ്റിയുടെ കണ്ടെത്തൽ. ഏപ്രിൽ 27-ന് ചാനൽ അധികൃതർ അതോറിറ്റിക്ക് മുന്നിൽ ഹാജരാകണം. പിഴയോ ലൈസൻസ് റദ്ദാക്കലോ വരെ നേരിടേണ്ടി വന്നേക്കാം. അതേസമയം നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി ചാനൽ മാനേജിംഗ് ഡയറക്ടർ അസ്ഹർ അബ്ബാസ് രംഗത്തെത്തി. ആശാ ഭോസ്ലെ പോലെ വലിയൊരു കലാകാരിയെക്കുറിച്ച് വാർത്ത നൽകുമ്പോൾ അവരുടെ ഗാനങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികമാണ്. കലയും അറിവും അതിർത്തികൾക്കുള്ളിൽ തളച്ചിടേണ്ടതല്ല എന്ന് അബ്ബാസ് എക്സിൽ കുറിച്ചു. പാകിസ്ഥാന്റെ പ്രിയങ്കരി നൂർജഹാനെ തന്റെ മൂത്ത സഹോദരിയെ പോലെ സ്നേഹിക്കുകയും നുസ്രത് ഫത്തേ അലി ഖാനോടൊപ്പം പാടുകയും ചെയ്ത ആശാജിയെ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും അബ്ബാസ് ഓർമ്മിപ്പിച്ചു. തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് സൂക്ഷിക്കുന്ന കെട്ടിടത്തിന് തീപിടിച്ചു. ഇന്ന് രാവിലെ 10ഓടുകൂടിയാണ് തീപിടിച്ചത്. ഡയാലിസിസ് ചെയ്യുന്ന മുറിയുടെ മുകൾ ഭാഗത്തുള്ള മരുന്നുകൾ സൂക്ഷിക്കുന്ന താൽക്കാലിക കെട്ടിടത്തിൽ നിന്നാണ് തീ ഉയർന്നത്. പുക ഉയർന്നു തുടങ്ങിയപ്പോൾ തന്നെ ഡയാലിസിസ് യൂണിറ്റിലുണ്ടായിരുന്ന രോഗികളെ ഉൾപ്പെടെ ജീവനക്കാരും മറ്റും ചേർന്ന് പുറത്തേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അരൂർ, ചേർത്തല, മട്ടാഞ്ചേരി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പൂർണ്ണമായി തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇലക്ട്രിക് ഉപകരണങ്ങളിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാൽദ്വീപിലെ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ മലയാളി അധ്യാപികയ്ക്ക് പരിക്ക്. ചെങ്ങന്നൂർ തിട്ടമേൽ കല്ലൂർ ദീപക് ശശിയുടെ ഭാര്യ സ്മിത എൻ പിള്ളയ്ക്കാണ് മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റത്. മാൽദ്വീപിലെ ഗദുദ്വീപിലെ ഗഫ്ദാൽ അഡോൾ സ്കൂളിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. ക്ലാസ് എടുക്കുന്നതിനിടെ ലബോറട്ടറിയിലെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയായിരുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്മിത പലതവണ താക്കീത് ചെയ്തിരുന്നു. എന്നാൽ ഇത് കൂട്ടാക്കാതിരുന്നതോടെ വീഡിയോ പകർത്തി പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യുമെന്ന് സ്മിത പറഞ്ഞു. ഇതോടെ പ്രകോപിതനായ വിദ്യാർത്ഥി സ്മിതയുടെ മുഖത്ത് തുടർച്ചയായി ഇടിക്കുകയായിരുന്നുവെന്ന് ഭർത്താവ് ദീപക് പറഞ്ഞു.
ബോധരഹിതയായ ഇവരെ മറ്റ് അധ്യാപകരാണ് ആംബുലൻസിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. മൂക്കിന്റെ എല്ലിന് പൊട്ടലേറ്റിട്ടുള്ള സ്മിതയ്ക്ക് ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാലദ്വീപ് ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ട് സ്മിതയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ദീപക് വ്യക്തമാക്കി. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 1 വർഷം മുൻപാണ് സ്മിത ഈ സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് ചേർന്നത്. കോഴിക്കോട് മൂഴിക്കലിൽ 16 വയസ്സുകാരിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബന്ധുവായ യുവാവ് ജീവനൊടുക്കി. മൂഴിക്കൽ സ്വദേശിനിയായ നസ്രീനയാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ ബന്ധുവായ അദ്നാൻ എന്ന യുവാവാണ് നസ്രീനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. 2 മുറികളിലായാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മരിച്ച 16 വയസ്സുകാരി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടായത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് രാവിലെ എത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. മൂഴിക്കലിലെ വീട്ടിലേക്ക് 15 കിലോമീറ്റർ ദൂരത്ത് താമസിക്കുന്ന അദ്നാൻ എങ്ങനെ എത്തിയെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. വീട്ടിലെ CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ദീപികയുടെ ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1 വർഷം നീളുന്ന ആഘോഷം വിളംബരം ചെയ്തുകൊണ്ട് വർണ്ണശബളമായ റാലി ഇന്ന് വൈകുന്നേരം 5-ന് കോട്ടയം ലൂർദ് പള്ളി പരിസരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുരംഗത്തുള്ളവരും ദീപിക കുടുംബാംഗങ്ങളും അഭ്യുദയകാംക്ഷികളും പങ്കെടുക്കുന്ന റാലി തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. തുടർന്ന് 140ാം വാർഷികത്തെ സൂചിപ്പിച്ച് 140 ദീപങ്ങൾ തെളിയിക്കും. ഇതിനോടനുബന്ധിച്ച് ചേരുന്ന സമ്മേളനത്തിൽ വിഖ്യാത ശാസ്ത്രജ്ഞനും മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സന്ദേശം നൽകും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1887 കേരളക്കരയ്ക്ക് വിഷുക്കണിയായി പിറവികൊണ്ട മലയാളത്തിന്റെ പത്രമുത്തശ്ശിയുടെ 140ാം ജന്മവാർഷികം 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് പറഞ്ഞു. ശതോത്തര റൂബി ജൂബിലി ലോഗോ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.